ഹായ്. അപ്പം ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കുന്നത് വെച്ചാൽ രാത്രി 11:30 ഇല്ലേ, 12 മണിയാ, 12 മണി. അതപ്പം ആദ്യമായിട്ട് ഞാൻ 12 മണിക്ക് ഒരു വ്ളോഗ് എടുക്കുന്നത്. ഇപ്പം എന്തുകൊണ്ട് വ്ളോഗ് എടുക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ കുറച്ച് മീൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരാനുണ്ട്. അപ്പം അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാളും പോവുക. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ മീൻ ഏകദേശം, അതായത് കോത്തായ്മുക്കിലെത്തി, അതായത് പയ്യന്നൂർ കഴിഞ്ഞു കോത്തായ്മുക്കിലെത്തി. അപ്പം എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരെ വരുന്നതാണ്. അതായത് കുറേ സ്ഥലങ്ങളിൽ ഇവർക്ക് മീൻ കൊടുക്കാനുണ്ടാവും. അപ്പം നമ്മൾ പെറ്റ്സും എല്ലാം ലോറിയാണ്, വേന. അപ്പം എല്ലാത്തിനെയും ഡെലിവറി ചെയ്യുന്നൊരു ടീമാണ്. അപ്പം നമ്മളും കുറച്ച് മീൻ കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെ വാങ്ങി, എത്ര ആയി എന്നൊക്കെ നമുക്ക് പിന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഇപ്പം അവരെ വണ്ടി എത്തും. ഇപ്പം ഏകദേശം 12 മണി ആവാനായില്ലേ, 12 മണി ഏകദേശം ആവാനായി. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് രാത്രി വ്ളോഗ് എടുക്കുന്നത്. ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ പകൽ ഉച്ചക്ക് എടുത്തിട്ടുണ്ട്, വൈകുന്നേരം എടുത്തിട്ടുണ്ട്, രാത്രി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്ര ലേറ്റായിട്ട് എടുത്തിട്ടില്ല. ഒരിക്കൽ പിള്ളേരപ്പുറം ജസ്റ്റ് എടുത്തിന്. അപ്പോൾ നമ്മളിങ്ങനെ പോവുക. ഏകദേശം നമ്മൾ തോട്ടം ഗേറ്റ് എത്തി. നമ്മൾ കാലിക്കടവല്ലേ വെയിറ്റ് ചെയ്യുന്നത്, നമ്മൾ കാലിക്കടവാണ് വെയിറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് തോട്ടം ഗേറ്റ് ഇങ്ങോട്ട് വരാൻ അവർക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഹൈവേ അല്ല ഇതിപ്പം സർവീസ് റോഡായി. മുകളിലാണ്, ഇതിൻ്റെ മുകളിലാണ് ഹൈവേ പോകുന്നത്. അപ്പം മുകളിൽ ഇനി അവർക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിനി ഹൈവേൻ്റെ സൈഡിൽ എവിടെയെങ്കിലും നിൽക്കണം. അവിടെ നിന്ന് നമുക്ക് ഓർഡർ ചെയ്ത സാധനത്തിനെ കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം അതായത് നേരം ഓൾറെഡി വൈകും. അതായത് അവർ കോത്തായ്മുക്ക് വിട്ട് നേരത്തെ, നമ്മൾ ചെറിയ രീതിക്ക് ലേറ്റായി, എന്നാലും കിട്ടും. എന്നാലും അവർ ഇങ്ങോട്ട് എത്തുന്നേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് സാധനം വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ചെറിയൊരു സാധനമാണ് വരാൻ പോകുന്നത്. പക്ഷെ പൈസ കൊടുത്തല്ല. അപ്പം അവരുടെ വണ്ടി ഏകദേശം എത്താനായിട്ടുണ്ടാവും. നമ്മൾ ഇപ്പം വിളിച്ചല്ല, കുറച്ച് നേരത്തെ വിളിച്ചാൽ. വണ്ടിയെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിലും വണ്ടി കാര്യങ്ങളുണ്ട്. അതായത് ലോറിക്ക് പകൽ പോകുന്നതിനെക്കാട്ടും നല്ല രാത്രിയാണ് ഇവർ ഓടിക്കുന്നതെന്ന് തോന്നുന്നത് ചില ടീംസ്. അതായത് ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇവർ രാത്രിയാണ് ലോറിയായിട്ട് പോവുക. പകൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവും എല്ലാ സ്ഥലത്തും. ഇപ്പം രാത്രി നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഇങ്ങനെ ലോഡും കൊണ്ട് പോകുന്ന വണ്ടി, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വണ്ടി, ടാങ്കർ, അങ്ങനത്തെ ലോറികളും കാര്യങ്ങളാണ് രാത്രി പോവുക. പിന്നെ ട്രിപ്പ് പോകുന്ന ആൾക്കാരും ഉണ്ടാവും. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ കാലിക്കട് ടൗണിലെത്തി. നമുക്ക് ഇതിലേ നേരെ പോയാൽ കരുവള്ളൂരെത്തും. സോ നമുക്ക് നിൽക്കേണ്ട സ്ഥലം എന്ന് വെച്ചാൽ, അതായത് നമ്മളെ റൂട്ടിലേക്ക് പോകുന്നത്, അതായത് തോട്ടം ഗേറ്റിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പാണിത്. അതായത് ചെറിയൊരു ബസ് സ്റ്റോപ്പാണ്. അതായത് ഇപ്പം ഇതിനടുത്ത് കിട്ടിയതാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആയിരുന്നില്ല മുന്നത്തെ ബസ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ. നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാം. അപ്പോൾ നമ്മൾ കാലിക്കട എത്തി. നമ്മളിവിടെ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. സോ ഇവനിപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം എത്താറായി. നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വട്ടത്തിലാണ് വ്ളോഗ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഫ്ലാഷ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ലൈറ്റ് തോന്നും, പിന്നെ ബാക്ക് ഫുൾ ഇരുട്ടായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സാധനം വരുന്നവരെ. സോ നമ്മളിപ്പോൾ ഉള്ളത് വെച്ചാൽ കാലിക്കടമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇതിനെ പഞ്ചായത്ത് ഗ്രൗണ്ട് എന്നാണ് പറയാം. പക്ഷേ ഫുള്ള് വെള്ളമാണ്. ഇത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് അറിയില്ല, പക്ഷേ ഫുള്ള് വെള്ളം. നമുക്ക് വണ്ടി വന്നിട്ട് ബാക്കിയെടുക്കാം, അതായിരിക്കും നല്ലത്. പക്ഷെ നമ്മൾ കാർ സൈഡാക്കിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. സ്കൂൾ ബസ് ടൂറൊക്കെ പോയിട്ട് വരുന്ന എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇവൻ കഴിഞ്ഞ പ്രാവശ്യം മീനെടുക്കാൻ വരുമ്പം അതായത് നമ്മളെ ആംബുലൻസ്, അതായത് പണ്ടത്തെ ടാറ്റേൻ്റെ ഒരു ട്രാവലർ ഉണ്ട്, അതായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇപ്പം ഏതാ വണ്ടി വരുന്നതെന്ന് അറിയില്ല. സോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ഒറ്റ മനുഷ്യന്മാരില്ല. അവിടെ കുറച്ചാളുണ്ട്. ഇവിടെ നിന്ന് വരെ മനുഷ്യന്മാരില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതായത് രാത്രി
രാത്രിയായി, പലപ്പോൾ രാവിലെ ആവാനായി. 12 മണി കഴിഞ്ഞപ്പോൾ രാവിലെ ആവും. അങ്ങനെയാണ് കാര്യങ്ങൾ. ട്രാവലറാ അതന്നെയാ. അതിൻ്റെ ഉള്ളിൽ എടാ ഇതാ. സോ ഗൈസ്, അപ്പം നമ്മളെ വണ്ടി ഇവിടെ എത്തി. ഇതാണ് നമ്മളെ വണ്ടി. സോ ഇതിലാണ് നമ്മുടെ സാധനം ഉള്ളത്. സോ നമുക്ക് കളക്ട് ചെയ്യാം. സോ നമ്മളെ വണ്ടി അങ്ങനെ എത്തി. സോ നമുക്ക് സാധനം പിടിക്കേണ്ടി വരുമോ? സോ നമ്മളെ സാധനം അങ്ങനെ ഫൈനലി എത്തിയിട്ടുണ്ട്. അതായത് ഒരു കാർഡ്ബോർഡ് വെട്ടിയിലാണ് എത്തിയിട്ടില്ല. ഹാൻഡിൽ കെയർ ദിസ് ലൈഫ് ഫിഷ്. ഓക്കെ, നമുക്കെന്നാൽ നേരെ വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി സമയം ലേറ്റ്. അപ്പം ഇവർ ഈ വണ്ടിയിലാണ് വന്നത്. ഇത് ഇനി കൊടുത്ത സ്ഥലങ്ങൾ അവർ മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് അവർ കൊടുക്കാനുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പല തരത്തിലുള്ള ആട് എല്ലാം ഉണ്ട്. അതായത് പെറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സാധനം കിട്ടി. ഇനി നമുക്ക് വീട്ടിൽ പോയി എന്നാന്ന് നോക്കാം, അൺബോക്സ് ചെയ്യാം. സാധനം അൺബോക്സ് ചെയ്യാം ആയിരിക്കും നല്ലേ. സോ നമുക്ക് നേരെ വിടാം. അത് ഓൾറെഡി സമയം ലേറ്റായി. അപ്പോൾ ഇത് വേഗം അൺബോക്സ് ചെയ്തിട്ട് കിടന്നുറങ്ങണം. സാധനം കിട്ടി. സോ നമ്മളിനി വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യും അല്ലേ. കുറച്ച് സമയം എടുക്കും അതിനൊന്ന് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് ട്രാവലറിൽ ഇങ്ങനെ കുലുങ്ങി ആയിരിക്കും വന്നിട്ടുണ്ടാവില്ല. അപ്പം മീനാന്ന് കുറച്ച് പേടിക്കലും ചെയ്യില്ലേ. പെട്ടെന്ന് അക്കീർത്ത് റിലീസ് ചെയ്താൽ ചാവാൻ ചാൻസ്. സ്ട്രെസ് അടിച്ചിട്ടുണ്ടാവും ഓൾറെഡി. അതായത് ഓരോ കാര്യങ്ങളും നോക്കി വേണം ചെയ്യാൻ. വാട്ടർ ടെമ്പറേച്ചർ അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ മീൻ വളർത്തൽ എന്ന് വെച്ചാൽ. സാധാരണ ഗപ്പീൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഗപ്പി പറഞ്ഞാൽ എവിടെയും എന്തും എങ്ങനെയും സർവൈവ് ചെയ്യുന്നൊരു മീനാണ്. ഏറ്റവും പണിയുള്ളൊരു മീനാണ്. അതെ. കാരണം ഫിൽട്രേഷൻ കറക്റ്റ് ഉണ്ടാവണം. വാട്ടർ കണ്ടീഷൻ നല്ലതാവണം. പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം കറക്റ്റ്. pH. ബാംഗ്ലൂരൊക്കെ നടക്കുമോ? പറ്റും, പക്ഷേ നാട്ടിലാകുമ്പോൾ അതൊന്നും ടെസ്റ്റ് ചെയ്യാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അവിടെ ആകുമ്പോൾ ഇതൊക്കെ നോക്കേണ്ടി വരും. ക്ലോറിൻ കണ്ടന്റ് ഉണ്ടോ നോക്കേണ്ടി വരും. അങ്ങനെ എന്തെല്ലാം നോക്കണം, പണിയാവും. സോ നമുക്ക് സാധനം തന്ന വണ്ടി ഇതേ പോകുന്നു. സോ നമുക്ക് ഇവിടുന്ന് ടേൺ എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാം. ഇതിവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നാ? സോ നമുക്കിനി നേരെ വീട്ടിൽ പോയി അൺബോക്സ് ചെയ്യാം. വലിയ സാധനമാണ്. ഇതാണ് കാർഡ്ബോർഡ്. അപ്പം എടുത്ത ആളെ പേര് എടുത്ത ടീമിന്റെ എന്നാ പേരെന്നാ? CV ഡിസ്കസ് എറണാകുളം പറഞ്ഞിട്ട് ഒരു ഫാമോട് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അവരെടുക്കുന്ന ഇതെടുത്ത് ഓൺലൈൻ വഴി എടുത്തതാണ്. സോ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ ടേൺ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വിടും. ഇനി ബാക്കി അവിടെ വെച്ചെടുക്കാം. ഓക്കെ. 2 മണി 3 മണി സമയം. ഇനി ഇതിലും വലിയ സന്തോഷം പറയുണ്ടാവില്ല അല്ലേ. എങ്ങനെയാ നമ്മളെ മീനെത്തി. ബാക്കി ഡിസ്കസും കാര്യങ്ങളും ഇതിലുണ്ട്, നമുക്ക് നോക്കി തിരിയും. ഇതിൻ്റെ നമുക്ക് പേരൊന്നും അറിയില്ല. അപ്പം ഇതിൻ്റെ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. നിങ്ങൾ പല പൈപ്പുകളും പല സാധനങ്ങൾ ഇതിൽ കാണും. ഇതെന്ന് വെച്ചാൽ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ബോക്സ്. സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഫൈനലി വെയിറ്റ് ഉണ്ടാ. ഫൈനലി നമ്മളെ സാധനം നൈസ്. ഇതിപ്പം വെള്ളം ചെറുങ്ങനെ കലങ്ങിയ പോലെ തോന്നുന്നത് 2 കവറുണ്ടായതുകൊണ്ടും പിന്നെ ഇത്രയും ദൂരം കൊണ്ടുവന്നുകൊണ്ടുമാണ് അങ്ങനെ തോന്നുന്നത്. ഫൈനലി നമ്മളെ സാധനം വീട്ടിലെത്തി. സോ ഇനിയാണ് പണി. അതായത് ഇത് കൊണ്ടുവരുന്നതെന്നല്ല പണി, ഇത് കൊണ്ടുവന്നിട്ട് ഇതിനെ വേറെ തന്നെ പാത്രത്തിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ അതെ അതായത് നമ്മുടെ വെള്ളമായിട്ട് അത്
പൊരുത്തപ്പെടണം, അങ്ങനെല്ലാം എന്തെല്ലോ സംഭവം ഉണ്ട്. അങ്ങനെയാണ്. സോ ഈ ബാക്കി ഡിസ്കസിനൊന്നും വലിയ പ്രശ്നമില്ല, കാരണം എന്താ വെച്ചാൽ ഇതിന് മുന്നേ വാങ്ങിയതാണ്. അപ്പം ഇതിനെ ഇനി ഇവിടുത്തെ വെള്ളം പരിചയമായി. അപ്പം ഇതിനെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും ടെമ്പറേച്ചർ സെറ്റ് ചെയ്താലും ഓക്കെ ആവും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഇവിടെ അതായത് റീസെൻ്റായിട്ട് വാങ്ങിയ സാധനമാണ്. അപ്പം ഇത് പെട്ടെന്ന് നമ്മൾ വെള്ളമായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരില്ല. സോ നമ്മളങ്ങനെ പൊളിച്ചെടുക്കുക. ട്രിബിൾ ഉണ്ടോ? സോ 3 കവർ ഇട്ടിനി 2-3 കവറിലാണ് അവർ ഇട്ടത്. കാരണം എന്ന് വെച്ചാൽ സേഫായിട്ട് അവർക്ക് സാധനം എത്തിക്കണം. അതായത് പ്രോപ്പറായിട്ട് അവർ ഫുള്ള് കവറ് അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്ത്. അതായത് 3 കവറ് ഓൾറെഡി ഇതാക്കി. അതായത് ഒരു ചെറിയ ലീക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ വെള്ളം ഫുള്ള് പോയാൽ ഇങ്ങോട്ടെത്തുമ്പോൾ മീനിൻ്റെ പരിപാടി തീരും. അതാണ് പ്രശ്നം. നാല് കവർ 3 കവറില്ല. അപ്പോൾ അത്രയും സേഫ് ആക്കിയിട്ട് അവർ ഓരോ സാധനം കൊണ്ടുവരാം. സോ നമ്മളങ്ങനെ 3ാമത്തെ കൊട്ട കഴിച്ചു. കിട്ടുന്നില്ല, വലിക്കണം. സോ 3ാമത്തെ കൊട്ട കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് മീൻ ഇങ്ങനെ കാണും. സോ ഇതാണ് മീൻ. നമുക്ക് മീനും കാര്യങ്ങളും കിട്ടി. അപ്പം ലാസ്റ്റ് കവർ, അതായത് 5ാമത്തെ കവർ നമ്മൾ അയച്ച് 5 ലെയറിലാണ് പുള്ളി പാക്ക് ചെയ്ത കവർ. അതായത് എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തണം, കാരണം അത്രയും സേഫാക്കി പുള്ളിക്കാൻ. സോ എത്ര റബ്ബർ ബാൻഡും ഉണ്ട് അതിന് അനുസരിച്ച് പിടിച്ച. അതായത് നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ അതിനെ ഒഴിക്കാം. കാരണം വെച്ചാൽ പെട്ടെന്ന് വെള്ളം മാറ്റാനും പറ്റൂല അല്ലേ. ഈ വെള്ളത്തിൽ കുറച്ച് സെറ്റിൽ ചെയ്തിട്ട് ഒന്ന് ഇറക്കിയിട്ട് അതിൽ നിന്ന് ഇവിടുത്തെ അക്കിയെടുത്ത് കുറച്ച് വെള്ളയിലേക്ക് ഒഴിക്കാം. അതായത് ഈ വെള്ളത്തിന് ഒപ്പരം തന്നെ മറ്റേ വെള്ളം ഒഴിക്കണം. മെല്ലെ മെല്ലെ അത് ആഡ് ചെയ്യുമ്പോൾ ഫിഷ് ഇവിടുത്തെ വെള്ളമായിട്ട് കുറച്ച് അഡാപ്റ്റ് ആവും. പെട്ടെന്നില്ലെങ്കിൽ ആ വെള്ളത്തിലിട്ടാൽ സ്ട്രെസ് അടിച്ചു. അങ്ങനെ ഈ ഡിസ്കസ് മീനിന് സ്ട്രെസ്സ് ഇങ്ങനത്തെ കാര്യങ്ങളിലടിക്കും. ചിലപ്പോൾ ഞാനൊന്നും കേട്ടിട്ടില്ല മീൻ ഇങ്ങനെ സ്ട്രെസ് അടിക്കുന്ന കാര്യമൊന്നും. പക്ഷേ ഇങ്ങനത്തെ ഇനം മീനുകൾക്ക് സ്ട്രെസ്സും കാര്യങ്ങളിലും അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതാണ് നമ്മളെ മീൻ. ഈ നമ്മളിപ്പം കൊണ്ടുവന്ന മീനിന്, അതായത് ടോട്ടൽ എത്ര മീനല്ലേ? 11 മീൻ. അതിലൊരു നല്ല മീൻ കളറിൽ. സോ ഇത്രയും മീൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. അപ്പം നിങ്ങൾ ഗസ് ചെയ്യുക എത്ര പൈസ ആയിട്ടുണ്ടാവുമെന്ന്. ഓക്കെ, എന്തായാലും നിങ്ങളെ ഗസ് കയറ്റാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ, അല്ലേ? ഉറപ്പാ. സോ നമ്മളെന്തായാലും ഇവിടെ പറയൂല, ഇവിടെയും പറയൂല എത്ര പൈസ ചെയ്യുന്നു. അതിൽ 3ാമതൊരാളറിയില്ല എത്ര. അങ്ങനെ ആ രഹസ്യം എന്നോടൊപ്പം മണ്ണിലെളിഞ്ഞിരുന്നു. സോ നമുക്കത് ഈ മീനിനെ കൊണ്ടുവന്ന് ഇവിടെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയാലും നമുക്ക് അടുത്ത് പോകുന്ന ഇതുണ്ട്. കാരണം എന്ന് വെച്ചാൽ പേടിക്കും. അങ്ങനത്തെ എന്തെല്ലോ പ്രശ്നമുണ്ട് അതിന്. അതായത് ഹാൻഡിൽ വിത്ത് കെയർ. ആ പെട്ടീൻ്റെ പുറത്ത് ഇതേപോലെയാണ് സംഭവം. ഇത് അതിനേക്കാളും കെയർ ചെയ്യണം. അങ്ങനെയാണ് സംഭവം. സോ ഇവിടെ ഉള്ള ഡിസ്കസ് മീൻ ഇതാ. ഇത് 2 ഇഞ്ച്, ഓൾമോസ്റ്റ് 1.5-2.5 ഇഞ്ച് ഉണ്ടാവും. അതിലുള്ളത് 6 ഇഞ്ച്, 4 ഇഞ്ച് തൊട്ട് 6 ഇഞ്ച് വരെയുള്ള ഫിഷ് അതിലില്ല. ഇത് അതിനെക്കാട്ടും ചെറുതാണ്. ഇനി ഇത് വളർന്നു വരുമ്പോൾ പിന്നെ കളർ മാറും അല്ലേ? കളറ് മാറും, പിന്നെ ഓരോ ഡിസൈനിലും വരും. ഇതാണ്, ഇതും പലതരം ഡിസൈനിലെ മീനാണ്. അതായത് ഈ കളറിൽ ഇതിന് തന്നെ പേരുണ്ടോ ഓരോ മീനിനും, അല്ലേ? ഇതിലും ചെറിയ, ഇത് പുതിയ ഉണ്ടെന്നേ. ഇത് അതിൽ ഇല്ല. അതായത് ഈ സെയിം സാധനം പോലത്തെ. ഓക്കെ. അതായത് ഓരോ മീനിനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടി വരും. എല്ലാം ഡിസ്കസ്സാണ്, പക്ഷേ വേറെ വേറെ പേരുകളുണ്ട്. എല്ലാം വേറെ വേറെ.
ഇതിൽ ഓരോ ക്വാളിറ്റിയും ഓരോ പ്രൈസാണ്, എല്ലാത്തിനും ഒരേ പ്രൈസ് അല്ല, അതാണ് സംഭവം. ഇത് നമ്മളിപ്പം അവർ ഇവിടുത്തെ വെള്ളം ആഡ് ചെയ്തു, അതായത് അവർ തന്ന കൊട്ടയിൽ അവരവിടെ ഉപയോഗിച്ച അതേ വെള്ളത്തിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഈ അക്കരിത്തിൽ വെള്ളം ആഡ് ചെയ്തു. ഇനി കുറച്ചായിട്ട് നമ്മൾ ഈ വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിനോട് അഡാപ്റ്റ് ആവുന്നവരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. സോ നമ്മൾ ഒരു ചെറിയൊരു മെത്തലിൻ ബ്ലൂ മെഡിസിൻ ആഡ് ചെയ്തു. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നോർമലി ചെയ്യുന്നതാ. ചെറിയ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് സമയം അതിലൊന്ന് നിൽക്കട്ടെ എന്ന് വെച്ചു. ഇങ്ങനെയല്ല ചെയ്യേണ്ട, പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ട്. പഠിക്കാൻ കുറേ ഉണ്ട് ഇതിനെക്കുറിച്ച്, കുറേ ഉണ്ട് നമുക്ക്. സോ നമ്മൾ മീനിനെ പിടിച്ച് ആൽബൈനോ പ്ലാറ്റിനം എന്നതിൻ്റെ പേര്. ഇത് അതിലുണ്ട് അക്യൂരത്തിൽ താഴെ. അതാ ആ താഴെയുള്ള അതാണ് ഈ സെയിമാണിത്. സെയിം അല്ലേ? സെയിമാണിത്. അപ്പോൾ നമ്മൾ ഒന്നിനും കൂടെ എടുത്തു. സോ നമുക്ക് നേരെ ഇതിൽ പിടിച്ചിടാം. സോ അത് ഒന്നാമത്തെ അതിൽ വീണിട്ടുണ്ട്. സോ ഈ സെയിം തന്നെയാണ് ആ സെയിം, പക്ഷേ ചെറിയ രീതിക്ക് എന്തോ കളർ വ്യത്യാസം ഉണ്ട്. ചെറിയ കുട്ടികൾ അപ്പം പാറ്റേൺ മിക്സ് ഉണ്ടാവില്ല, അത്ര വയസ്സുള്ള ആയിരിക്കില്ല. ഇത് ടർക്വൈസ്, ഇത് കൺഫേം ജർമ്മൻ റെഡ് ടർക്വൈസ് പറഞ്ഞ ബ്രീഡിൻ്റെ കുട്ടിയാണ്. കാരണം അതിൻ്റെ പ്രിന്റ് കാണുന്നുണ്ട്. ഇവിടെ ഉണ്ട് വില്ല് 6 ഇഞ്ച് ടർക്വൈസ്. ആ വില്ല ഫിഷിൻ്റെ സിമിലർ ആയിരിക്കും. അതായത് ആ സെയിം അല്ല, കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. കാണാൻ സിമിലർ. ഇതിൻ്റെ ഫാമിലി അന്വേഷിച്ചു പോയാൽ നമുക്ക് തന്നെ ഇതും പണിയാ. 3 ടർക്വൈസ് ഉണ്ട് ഇതിൽ. ഇതും ടർക്വൈസ് ആവാൻ ചാൻസ്. അതെ അതെ, ഒളിയുന്നുണ്ടല്ലോ ഇത്. ഇതും ടർക്വൈസ്. അതായത് ഇതിൻ്റെ ഇപ്പം നിൽക്കുന്ന രൂപം കണ്ടിട്ട് നിങ്ങൾ ഇതേണ്ട മാറും. അതായത് വലുതാവും തോറും മാറിക്കൊണ്ടിരിക്കും. നല്ല കളറാവും ലാസ്റ്റ്. പെട്ട മീനിനെ പോലെ 6 എണ്ണം നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചു. സിമിലറാണ് അത്. സോ നമ്മളങ്ങനെ ഇത്രയും മീൻ ഇതിലിട്ടു. ഇനി ലാസ്റ്റ് സോ അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന മീനെല്ലാം അക്കരിത്തിലിട്ടിട്ടുണ്ട്. അപ്പം എല്ലാം ഒരു സൈഡിൽ പോയി നിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പുതിയ അക്കരയാണ്ട് ചെറിയൊരു പേടി ഉണ്ടാവും അല്ലേ? 1-2 ദിവസം എടുക്കും ഫുഡ് കഴിക്കാൻ. ഇപ്പുറത്തെ അക്കരത്തിൽ മീൻ അവരെ നോക്കുന്ന പോലെ ഉണ്ട്. ഒരു 1-2-3 ദിവസം എടുക്കുമല്ലോ ഒന്ന് പരിചയമായി വരാൻ. അത്ര പെട്ടെന്ന് സെറ്റിൽ ആവാനില്ല. പക്ഷെ നല്ല ആക്റ്റീവാണ്, നല്ല സൈസും ഉണ്ട്. അതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് സെറ്റിൽ ആവും. നാളെങ്കിൽ സോയിൽ വാങ്ങിക്കണം. ഓക്കെ. സോ ഇപ്പം ഇന്ന് പറഞ്ഞ സോയിൽ നമുക്ക് ഇന്ന് അവിടെ പോയി കിട്ടിയില്ല. അപ്പോൾ അത് നാളെ വാങ്ങും. പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ്. സോ ഇനി നമുക്ക് അല്പം നേരം ഇവരെന്നാ ചെയ്യുന്നത് നോക്കിയിരിക്കാം. സോ ഡിസ്കസിനൊക്കെ പെട്ടെന്ന് അടുത്ത് പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ടെൻഷനാവും, അതുപോലെ പേടിയും വരും. അതുകൊണ്ട് മെല്ലെ നമ്മൾ പോയിക്കൂടും. അല്ല പെട്ടെന്നൊരു സംഭവം അതിൻ്റെ മുമ്പിൽ നിന്ന് എടുക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഫോണായാലും ഇങ്ങനെ തിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് പോവും. മെല്ലെ മെല്ലെ അതിങ്ങനെ പരിചയം വരുള്ളൂ. കേട്ടോ, കൈ കാണിച്ച മുകളിലേക്ക് വരുന്ന മീൻ. അതായത് മെയിനായിട്ട് ഫുഡിനാണ് വരുന്നത്. അതായത് ഫുഡ് കാണിച്ച് ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തു. ഇപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് വരും.
സോ ഇതിലുള്ള ഡിസ്കസ് മാത്രമല്ല ഇതിലുള്ളത്. കുറച്ച് ടെട്രയുണ്ട്, 3 ഏഞ്ചലുണ്ട്, 3 കോറിഡോറുണ്ട്, പ്ലെക്കോ ഉണ്ട് കുറച്ചെണ്ണം. പ്ലെക്കോ ഇന്ന് വാങ്ങിയ 2, അതിന് മുൻപ് വേറെ ഉണ്ട് പ്ലെക്കോ. പിന്നെ മിന്നോ ടെട്രയുണ്ട്, സെർപ്പെ ടെട്ര, സ്റ്റോൺ കാറ്റ് ഫിഷ്, എന്തൊക്കെയുണ്ട്. അങ്ങനെ കുറേ തരത്തിലുള്ള ഫിഷ് ഉണ്ട്. സൂക്ഷിച്ച് നോക്കാം. അതായത് ഈ അക്വേറിയത്തിൽ ഓൾമോസ്റ്റ് ആയി, ഈ വലിയ അക്വേറിയം ഫുള്ളായി. അതായത് നിങ്ങൾ അതായത് നല്ല സൈസിൻ്റെ അക്വേറിയം ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്ന എനിക്ക് അറിയില്ല. അപ്പം നല്ല സൈസ് ഉണ്ട്. അപ്പം ഡിസ്കസിന് ഈ അക്വേറിയം ഓൾമോസ്റ്റ് ആയി. അതായത് ഇത്രയും ഡിസ്കസിന് മാത്രമേ ഇതിലാവുമല്ലേ. അപ്പം ഇതാണ് നമ്മുടെ ഫിൽട്രേഷൻ്റെ പൈപ്പ്. നമുക്ക് അവിടെയൊക്കെ നോക്കിയാൽ കാണും. സോ അതാണ്. അതുപോലെ തന്നെ ഈ അക്വേറിയത്തിലുണ്ട്. അല്ല, അപ്പുറത്തെ അക്വേറിയം നമ്മൾ കാലിയാണ്. അതിൽ പുതിയ എന്തെങ്കിലും മീനിടാനുള്ള ആലോചനയാണ്. അതെ. സോ പുറത്തൊക്കെ നല്ല ഇരുട്ടാ, 12 മണി കഴിഞ്ഞു. സോ നമ്മളിങ്ങനെ ഉറങ്ങാണ്ട് മീനിനെ നോക്കിയിരിക്കുക. ഇപ്പം ഇതൊക്കെയാണ് അതായത് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നു. കുറച്ച് പൈസ കൂടിയ ചെറിയ ആഗ്രഹങ്ങൾ നടത്തുന്നു. ഇങ്ങനെയാണ് സംഭവം. സോ നമ്മളിവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അതെന്തിന് വെച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം ബാംഗ്ലൂരാണ്. അപ്പം ഇവനിവിടെ ഇല്ലാത്ത സമയം മീനിനെ നോക്കാൻ വേണ്ടി മാത്രം വെച്ച ക്യാമറ. ബാക്കി മുകളിലെല്ലാം ക്യാമറ ഉണ്ടെങ്കിലും അത് മീനിനെ നോക്കാൻ വെച്ചതല്ല. അത് പരിസരം ഇങ്ങനെ വീട്ടിൻ്റെ ചുറ്റുപാടെല്ലാം കാണാനും എന്തെങ്കിലും സംഭവം നടന്നാൽ അതൊക്കെ നോക്കിയെടുക്കാനും മാത്രം വെച്ചത്. പക്ഷേ ഈ ക്യാമറ അതിന് വേണ്ടി മാത്രം. അതായത് ഈ ക്യാമറയിൽ ഇങ്ങനെ ഫോണിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിൽ കാണുന്ന അക്വേറിയം ഫുള്ള്. അപ്പോൾ നമുക്ക് ഓരോ കാര്യം ഇതിൽ കാണാനും പറ്റും. മീൻ എന്നാ ചെയ്യുന്നത് എല്ലാം കാണാൻ പറ്റും. അപ്പം ഓഫീസിൽ ഇവന് ഫ്രീ ടൈം കിട്ടിയാലോ അല്ലെങ്കിൽ വീട്ടിലെത്തിയാലോ മീനിനെയും ഇതാണ് മെയിനായിട്ടുള്ള പണി. അതായത് ക്യാമറയിൽ നോക്കി മീനിൽ നോക്കിയിരിക്കുക. അങ്ങനെ ഒരു അഡിക്ഷൻ. വേറൊരു അഡിക്ഷൻ ഇല്ല, ഇങ്ങനത്തൊക്കെയാണ് നമുക്ക് അഡിക്ഷൻ അല്ലേ. സോ ഇങ്ങനത്തേനും പോക്കറ്റ് കാലിയാവും നിങ്ങൾ വിചാരിക്കുന്നതല്ലേ. നിങ്ങൾക്ക് ഇതൊരു മീനായി തോന്നാം, പക്ഷേ മീൻ തന്നെ, പക്ഷേ പൈസ ഉണ്ടല്ലേ. അങ്ങനെ സംഭവം മെയിൻറ്റെയിൻ ചെയ്യാനാണ് പണി വാങ്ങിച്ചിട്ട്. അതായത് ഓരോ മീനിൻ്റെയും ഹെൽത്തും കാര്യങ്ങളിലും ചിലപ്പം കാലാവസ്ഥ മാറി കറണ്ടെല്ലാം പോയി കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കല്ലേ. പ്രഷർ എല്ലാം പ്രോപ്പർ ആയിക്കണം. അതുപോലെ ആ നേരത്തെ ഉറ്റിച്ച മരുന്ന് ഇടയ്ക്ക് ഉറ്റിച്ച് കൊടുക്കാനും വേണം. അങ്ങനെയാണ് ഇത്. മീനിനെ വളർത്തുന്ന വെച്ചാൽ നിസ്സാര കാര്യമല്ല. ഇങ്ങനത്തെ മീനിനൊക്കെ വളർത്താൻ നല്ല പണിയുണ്ട്. നമ്മൾ ഗപ്പീനെ വളർത്തുന്ന പോലെയല്ല. ഗപ്പി ഇപ്പോൾ ചെറിയൊരു ചട്ടിയിലിട്ട് മറ്റേ പാവയ്ക്ക് ഇട്ട് കൊടുത്താൽ ഗപ്പി അതിൻ്റെ പാവയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടിച്ച് തിന്നുകയും ചെയ്തു. അതായത് കിണറ്റിലിട്ടവർ ജീവിച്ച് പോകുന്നൊരു മീനാണ് ഗപ്പി. പക്ഷേ ഡിസ്കസിൻ്റെ കാര്യം അങ്ങനെയല്ല. ഡിസ്കസ് നമ്മൾ നോക്കി ശ്രദ്ധിച്ച് വളർത്തണം, അല്ലെങ്കിൽ വേഗം ചത്തുപോകും അല്ലേ. അത് കമ്പാരിറ്റീവ്ലി ഗപ്പീനെ വളർത്താനാണ് ഈസി. അതായത് ഇങ്ങനെ ഹീറ്റർ ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് pH അല്ല, പൊതുവേ നാട്ടിലെല്ലാം ഗപ്പി വളർത്തുന്ന വെച്ചാൽ ഇങ്ങനത്തെ നോക്കില്ല. ഫിൽട്രേഷൻ കാര്യങ്ങളൊന്നും ചെയ്യില്ല. നോർമൽ ഗപ്പിനെ വരെ ഞാൻ പറഞ്ഞത്. ഇനി ഫാൻസി ഗപ്പി അങ്ങനത്തെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അതാണ് ഗപ്പി എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിന് പറ്റിയ മീനാണ്. അതായത് അധികം ചാവില്ല, കാരണം പ്രസവിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ. സോ അങ്ങനെ ഇതിൽ ഈ ഡിസ്കസിൽ നമ്മളെ ഇതിലിട്ട മീനിൽ ഏറ്റവും, അതായത് അതല്ല നമ്മളിപ്പോൾ കൊണ്ടുവന്നില്ല, പക്ഷേ ഇവിടെ ഉള്ള മീനിൽ ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഇതാണ്, നടുവിലുള്ളതാണ്. അതായത് ഇതെത്ര എത്ര വർഷമായി ഇടാ? ഇവിടെ 3 വർഷമായത്. 4 വയസ്സിനിടയ്ക്കുള്ള ഒരു മീനെ ഞങ്ങൾ കാണുന്നത്.
ഹൈസ്പേസ് 10 തൊട്ട് 15 കൊല്ലം വരെ നിൽക്കുന്ന അറിയില്ല. അതായത് ഒരു 10 to 15 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു നായരെ ആയുസ്, അതായത് ഒരു പട്ടിയുടെ ഒരു ആയുസ് ഉണ്ട് ഈ മീനിന്. അതായത് 10 to 15 കൊല്ലമാണ് സാധാരണ നായ്ക്കെല്ലാം ആയുസ് പറയാം പൊതുവെ. പക്ഷെ അതിലും ജീവിക്കുന്ന നായ്ക്കളുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞതാണ്. സോ നമ്മളെ വീട്ടിൽ പട്ടി വരെ കിടന്നുറങ്ങി. അത് ഇതുവരെ അനക്കില്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് രാത്രി എപ്പോഴെങ്കിലും ഒച്ചയാക്കുന്ന ഒരു തന്നെ. ഇപ്പോൾ ഒരു അനക്കില്ല, കിടന്നുറങ്ങിയിട്ടുണ്ടാവും. സോ ബ്രിട്ടോനൊരു കോമ്പറ്റീറ്റർ ഉണ്ട് അപ്പുറം. അതായത് ഇവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു പുതിയ വീട് വന്നിട്ടുണ്ട്. അവിടെ ഒരു ലാബുണ്ട്. അതായത് ഇവരിപ്പാണ് താമസം ഇങ്ങോട്ട് മാറി ഇന്നലെ. അപ്പം അവിടെ ഒരു ലാബുണ്ട്. അവിടെ നിന്ന് അത് 2 കുര വരച്ചാൽ ബ്രിട്ടൻ അവിടെ നിന്ന് 2 കുര വരക്കും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് പെമ്പട്ടിയാണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടി വരും. അതായത് ഇപ്പം അതായത് കേബിളിൻ്റെ ഒരു റോപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് പൊട്ടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ എങ്ങനെയെങ്കിലും ഇളകി പോയി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടൂല അവനെ. അങ്ങനത്തെ ഒരു തന്നെ അവൻ. അതായത് എന്തായാലും വീട്ടിൽ നിന്ന് ഓർത്തു പോയിരിക്കും. അത് നമ്മൾ കുറേ ആയിട്ട് ഇട്ട നായ ഇങ്ങനെ അതായത് പെട്ടെന്ന് നമ്മളായാലും പുറത്ത് കിടന്ന എവിടെയെങ്കിലും പോകില്ലേ. അതായത് സ്വാതന്ത്ര്യം കിട്ടിയ എന്ത് വേണമെങ്കിലും ചെയ്യുന്നില്ല അവസ്ഥ ബ്രിട്ടോൻ്റെ. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോകലുണ്ട്. പക്ഷെ നമുക്ക് ഇളക്കി വിടാൻ പറ്റില്ല. കാരണം വെച്ചാൽ എവിടെ എങ്ങനെ പോകുന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം വണ്ടിയായിട്ട് എങ്ങനെ ഇടിച്ചാലോ. അതായത് മെയിൻ റോഡാണിത്. ഹൈവേ കഴിഞ്ഞുള്ള മെയിൻ റോഡാണ്. അതായത് 2 സ്ഥലങ്ങൾ കണക്ട് ചെയ്യുന്ന റോഡാണ്. അപ്പം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് വണ്ടി പോകും. രാവിലെയും വൈകുന്നേരമായി. ഇപ്പോൾ രാത്രിയായതുകൊണ്ട് അധികം ഇല്ലാത്തത്. അപ്പം ഇവൻ ഇളക്കി വിട്ടുമ്പോൾ റോഡുമെല്ലാം അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകും. നമ്മൾ നേരത്തെ കാണിച്ച ഹൈവേ വരെ എത്തി. അതാണ് എൻ്റെ ഡിസ്റ്റൻസ് ചെയ്തിട്ട്. അതായത് ടോപ്പായിട്ട് ഡിസ്റ്റൻസ് കവർ ചെയ്തതെന്ന് വെച്ചാൽ ഹൈവേ വരെയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ കേബിൾ റോപ്പാക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ളത്. നായനെ ശരിക്കും കൂട്ടിലിട്ട് വളർത്തിക്കൂടാന്നാണ് പറയൽ. എല്ലാവരും അതിന് എതിര് നിൽക്കുന്ന ഇതാണ്. സോ ഇവന് അതായത് വലിയ രീതിക്കുള്ള ട്രെയിനിങ് കൊടുത്തിട്ട്, അതായത് ബൗണ്ടറി ട്രെയിനിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബൗണ്ടറിൻ്റെ അപ്പുറം വരെ എത്താൻ, അതായത് പോവും. എവിടെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പോവും. പിന്നെ തപ്പേ കിട്ടില്ല. അതായത് ഒരിക്കൽ ഇവൻ പോയിട്ട് വാട്സപ്പിലിട്ട് എങ്ങനെയല്ലോ കണ്ടുപിടിച്ച് അതായത് ചങ്ങലൊക്കെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കാട്ടിൽ പോയിട്ട്. അപ്പം അങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. ഒരു ദിവസം അവൻ അവിടെ തന്നെ ഫുഡും കഴിക്കാണ്ട് നിന്നിട്ടുണ്ട്. നമുക്ക് അവനങ്ങനെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ്. സോ അവരും ജസ്റ്റ് അവിടെ സിറ്റ് ഔട്ടിൽ നായനിങ്ങനെ അപ്പുറം അവർ കൂടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നായനിങ്ങനെ ഇളക്കി വിടുക ചെയ്യുക. അങ്ങനെയുള്ള സംഭവം. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമേ ഇപ്പം ബ്രിട്ടോനെ ഇളക്കി വിടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. സോ നമ്മളെ മീനിങ്ങനെ ഓരോ ഇതിലും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മീൻ ഉറങ്ങുമോ? മീൻ ഉറങ്ങല്ലേ? മീൻ ഉറങ്ങും ശരിക്കും. അത് അനങ്ങാണ്ട് നിൽക്കുന്ന ഉറങ്ങുന്നയാ? ലൈറ്റ് കണ്ടതുകൊണ്ട്. പക്ഷെ ലൈറ്റ് ഇട്ട് വെച്ചാലും ചില ടൈം അവർ അതായത് മീൻ ഉറങ്ങുന്ന ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇതുവരെ കേട്ടിട്ടില്ല. അതെ അനങ്ങാണ്ട് നിൽക്കും. ക്യാമറയിലൊക്കെ തരും അല്ലേ? നമുക്ക് മാത്രമേ ഉറക്കില്ലാത്തില്ല, ബാക്കി എല്ലാവരും ശരിക്കും പറഞ്ഞാൽ. അതായത് ഇന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ മീൻ വരുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ. അല്ലെങ്കിൽ നേരത്തെ കിടന്നുറങ്ങും. ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഒറ്റ മനുഷ്യന്മാരില്ല. രാത്രി 12 മണി കഴിഞ്ഞ് 12:30 ആവാനായി ഏകദേശം. ഒറ്റ മനുഷ്യന്മാരില്ല ഒരു റോട്ടിൽ. അല്ലെങ്കിൽ ചീറിപ്പാഞ്ഞ് പോകുന്ന വണ്ടികളൊന്നുമില്ല. ഫുള്ള് കാലിയാണ്. സോ ഗൈസ്, അപ്പം ഈ വ്ളോഗ് നമുക്കിവിടെ എൻഡ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് വ്ളോഗ്, അതായത് നാളത്തെ വ്ളോഗിൽ
നമുക്ക് പുതിയ മീനിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് എങ്ങനെയാണ് എന്നൊക്കെ. സോ അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗ് കാണാം. അപ്പം ബൈ ബൈ.